മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ടെക്നോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ടോപ്പിക്കാണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കണം. ഓക്കെ, നോക്കാം. എന്താണ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ANFS എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കേ. ഇറ്റ് ഈസ് എ നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഡോണ്ട് ഓഫർ നറിഷ്മെന്റ് ടു ദ ബോഡി. ബോഡിക്ക് ഒരു തരത്തിലുള്ള ന്യൂട്രിയൻസും ആര് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഈ പറയുന്ന ANF പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആക്ട് ടു റെഡ്യൂസ് ന്യൂട്രിയന്റ് ഇൻടേക്ക്, ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ. ഇത് എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മുടെ ന്യൂട്രിയന്റ് അബ്സോർപ്ഷനെ കുറയ്ക്കും, ഡൈജഷനെ റെഡ്യൂസ് ചെയ്യും, അബ്സോർപ്ഷനെ യൂട്ടിലൈസേഷനെ ഒക്കെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ചില സമയം എന്ത് ചെയ്യാം, ഹ്യൂമൻസിന് ഇത് ഹാർംഫുൾ ആകാം അല്ലെങ്കിൽ അത് ബെനിഫിഷ്യൽ ആകാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അപ്പൊ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തരത്തിലുള്ള ന്യൂട്രിയൻസും അല്ലെങ്കിൽ നറിഷ്മെന്റും ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ന്യൂട്രിയന്റ് ഇൻടേക്കിനെ റെഡ്യൂസ് ചെയ്യുക, ഡൈജഷനെ റെഡ്യൂസ് ചെയ്യുക, യൂട്ടിലൈസേഷനും അബ്സോർപ്ഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഹ്യൂമൻസിന് സംടൈംസ് ഹാർംഫുൾ ആകാം അല്ലെങ്കിൽ സംടൈംസ് എന്ത് ചെയ്യാം, അത് യൂഷ്വലി അത് ഹാർംഫുൾ ആണ്, സംടൈംസ് എന്ത് ചെയ്യാം, അത് ബെനിഫിഷ്യൽ ആകാം. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടി അറിയപ്പെടും, പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് ആരാണ് പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പേര് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് ANFSന്റെ ക്ലാസിഫിക്കേഷൻ പറയുവാണ്. നമ്മൾ മേജർലി രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രോട്ടീൻസ് എന്നും അതർ സബ്സ്റ്റൻസ് എന്നും എന്നാണ് നമ്മൾ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടറിനെ മേജർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാല്? പ്രോട്ടീൻസിന്റെ കാറ്റഗറി വരുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടീൻസ് ഇൻഹിബിറ്റേഴ്സ് വരും, ലെക്റ്റിൻസ് വരും, അവിഡിൻ വരും. അവിഡിൻ മീൻസ് എഗ് വൈറ്റ് ആണ്. നെക്സ്റ്റ് അതർ സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ വരും? ടാനിൻസ്, ടോക്സിക് അമിനോ ആസിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, ഫൈറ്റേറ്റ്സ്, ഓക്സലൈറ്റ്സ്, ഇത്രയുമാണ് സബ്സ്റ്റൻസിൽ വരുന്നത്. സോ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടറിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പ്രോട്ടീൻസ് എന്നും അതർ സബ്സ്റ്റൻസ് എന്നുമാണ്. പ്രോട്ടീൻസിൽ വരുന്നത് പ്രോട്ടീനേസ് ഇൻഹിബിറ്റേഴ്സും ലെക്റ്റിൻസും അവിഡിനുമാണ്. അതർ സബ്സ്റ്റൻസിന്റെ കാറ്റഗറി വരുന്നത് എന്തൊക്കെയാണ്? ടാനിൻസ്, ടോക്സിക് അമിനോ ആസിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, ഫൈറ്റേറ്റ്സ് ആൻഡ് ഓക്സലൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനിയും ഈ നോക്കിക്കേ, ഓരോ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സും അതിന്റെ സോഴ്സും മേജർ ഫംഗ്ഷൻസും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്, ട്രിപ്സിൻ അല്ലെങ്കിൽ കൈമോട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ട്രിപ്സിൻ ഓർ കൈമോട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സസ് ഏതൊക്കെയാണ്? ലെഗ്യൂംസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലെഗ്യൂംസിൽ ഏതൊക്കെയാണ് മേജർ? സോയാബീൻസ്, മങ്ബീന്, ഹോസ് ഗ്രാം, സ്വീറ്റ് പീ, അതിലൊക്കെ എന്ത് കാണാം? ഈ ട്രിപ്സിൻ അല്ലെങ്കിൽ കൈമോട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ എഗ് വൈറ്റ് അല്ലെങ്കിൽ പൊട്ടറ്റോയിലൊക്കെ ഉണ്ടാകാം. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ. ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ട്രിപ്സിനും കൈമോട്രിപ്സിൻ എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും? പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് റിലീസ് ചെയ്യുന്ന എൻസൈംസ് ആണ് എന്ന് പറയുന്നത് ട്രിപ്സിനും കൈമോട്രിപ്സിനും. അപ്പൊ അതിന്റെ ആക്ടിവിറ്റി ആര് റെഡ്യൂസ് ചെയ്യും? ഈ പറയുന്ന എന്ത് ചെയ്യും? കിംസിനും കൈമോട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് റെഡ്യൂസ് ചെയ്യും. ഈ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അതായത് ഇതിന്റെ ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യും അല്ലെ, ട്രിപ്സിന്റെ കൈമോട്രിപ്സിന്റെ ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യും. ആരൊക്കെ? ഈ ട്രിപ്സിനും കൈമോട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യും? ആക്ടിവിറ്റിനെ റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യും. നെക്സ്റ്റ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണ് ലെക്റ്റിൻ എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാ സോഴ്സസ്? റെഡ് കിഡ്നി ബീൻസ്, യെല്ലോ വാക്സ് ബീൻസിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. നെക്സ്റ്റ് അതിന്റെ മേജർ ഫംഗ്ഷൻ എന്താണ്? RBC ക്ലംപിങ്ങും ഹീമോലൈസിസിനെയും ഇൻഡ്യൂസ് ചെയ്യുക. RBC ക്ലംപിങ് ആൻഡ് ഹീമോലൈസിസ്. ഹീമോലൈസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന RBCയുടെ റപ്ചറിങ് അതിനെയൊക്കെ എന്ത് ചെയ്യുക? ഇൻഡ്യൂസ് ചെയ്യുക.
നെക്സ്റ്റ് ഗോയിട്രജൻസ്. ഗോയിട്രജൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? സ്വീറ്റ് പൊട്ടറ്റോസ്, ബീൻസ്, ക്യാബേജ്, ടേർണിപ്സ്, ഗ്രൗണ്ട്നട്ട്, റൈപ്പ് സീഡ്സ് ആൻഡ് മസ്റ്റാർഡ്. മേജർ ഫംഗ്ഷൻ എന്താണ്? കോസ് ഗോയിറ്റർ ബൈ ലിമിറ്റിംഗ് അയോഡിൻ അബ്സോർപ്ഷൻ. അയോഡിൻ അബ്സോർപ്ഷൻ ലിമിറ്റിംഗ് വഴി അല്ലെങ്കിൽ അയോഡിൻ അബ്സോർപ്ഷന്റെ കുറവ് മൂലം എന്ത് സംഭവിക്കാം? ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അത് ഗോയിട്രോജൻസ് എന്ന് പറയുന്ന ഇൻഹിബിറ്റേഴ്സ് മൂലമാണ് ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തയാമിനേസ്. തയാമിനേസ് എന്ന് പറയുന്ന ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടറാണ്. അത് എവിടെയൊക്കെ കാണുന്നതാണ്? ഫിഷ്, ഷെൽ ഫിഷ്, റെഡ് ക്യാബേജിലൊക്കെയാണ് കാണപ്പെടുന്നത്. അത് തൈമിനെ ഡിസ്ട്രോയ് ചെയ്യും. തൈമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ആണ്. വൈറ്റമിനെ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പഠിച്ചില്ലേ B1, ആ തൈമിനെ എന്ത് ചെയ്യും? അതായത് നമ്മൾ തൈമിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വൈറ്റമിൻ B1 നമ്മൾ തൈമിൻ എന്ന് പറയുന്നത്. ഓക്കെ, സാപ്പോണിൻസ് എന്ന് പറയുന്ന ആന്റി ന്യൂട്രീഷണൽ ഫാക്ടറിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? ഓട്സ്, സ്പിനാച്ച്, ചെസ്റ്റ്നട്ട്സ്. ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഹീമോലൈസിസ്, ആന്റിസ്പെർമൽ ആക്ടിവിറ്റി. ഓക്കെ, ആൻഡ് ഗൂസിപ്പോൾസ് എന്ന് പറയുന്ന ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ, അതിന്റെ സോഴ്സ് കോട്ടൺ സീഡ് ആണ്. അതിന്റെ മേജർ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഹീമോലിറ്റിക് എഫക്ട്, റെഡ്യൂസ് ലൈസിൻ ആൻഡ് അയൺ അവൈലബിലിറ്റി, റിട്ടാർഡ് ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യും. ടാനിൻസ് എന്ന് പറയുമ്പോൾ എല്ലാ വാസ്കുലർ പ്ലാന്റ്സും അതിന്റെ സോഴ്സ് ആണ്. അതായത് സൈലം ഫ്ലോയം ഒക്കെ ഉള്ളവരെയാണ് വാസ്കുലർ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. മേജർ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? റെഡ്യൂസ് പ്രോട്ടീൻ ഓർ എൻസൈം അവൈലബിലിറ്റി, റിട്ടാർഡ് ഗ്രോത്ത്, റെഡ്യൂസ് വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും ഓർത്ത് വെക്കണം. അപ്പൊ ഈ ഒരു ടാബ്ലർ കോളം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണ്. അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഫേവ ബീൻസ് വരും, ഫോറേജ് ക്രോപ്സ് ഒക്കെ വരും. മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫേവിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഹീമോലൈസിസ്. ഫേവിസം എന്താണ്? നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫേവ ബീൻസ് വഴിയാണ് ഫേവിസം ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൊലാനിൻ എന്ന് പറയുന്ന ആന്റി ന്യൂട്രീഷണൽ ഫാക്ടറിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? പൊട്ടറ്റോ, ടൊമാറ്റോ, എഗ് പ്ലാന്റ്, അതൊക്കെയാണ്. അതിന്റെ മേജർ ഫംഗ്ഷൻ എന്താണ്? ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ആൻഡ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കും. നെക്സ്റ്റ് വന്നിട്ട് ആന്റി വൈറ്റമിൻ ഫാക്ടർ ആണ്. AD-B12 എന്ന് പറയും. സോയ്ബീൻ, റെഡ് കിഡ്നി ബീനും ഒക്കെയാണ് ഇതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത്. ആന്റി വൈറ്റമിൻ ഫാക്ടേഴ്സിന്റെ മേജർ ഫംഗ്ഷൻ റെഡ്യൂസ് ദ അവൈലബിലിറ്റി ഓഫ് വൈറ്റമിൻ AD ആൻഡ് B12. നെക്സ്റ്റ് ഫൈറ്റേറ്റ്സ്. ഫൈറ്റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ലെഗ്യൂംസും സീസെയിംസും വിത്ത് ഹസ്കഡ് സീസെയിംസ് ഒക്കെ എന്താണ്? ഇതിന്റെ സോഴ്സ് ആണ്. മേജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാൽസ്യം അയൺ അബ്സോർപ്ഷനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഓക്സലേറ്റ്സ്. ഓക്സലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണ് ഓക്സലേറ്റ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ലെഗ്യൂംസും സീസെയിംസിലും കാണപ്പെടും. ഇതും കാൽഷ്യം അയൺ അബ്സോർപ്ഷനെ റെഡ്യൂസ് ചെയ്യും, കിഡ്നി സ്റ്റോൺ ഫോർമേഷന് കാരണമാകും. അതാണ് നമ്മൾ ഒരുപാട് തക്കാളിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കിഡ്നി സ്റ്റോൺ ഫോർമേഷന് കാരണമാകും എന്ന് പറയുന്നത്. കാരണം അതിലുള്ള സീഡ് ഇല്ലേ, അതിലാണ് ഓക്സലേറ്റ് ഉള്ളത്. സീഡിൽ എന്ത് ചെയ്യും? ഓക്സലേറ്റ്. നമ്മൾ സീഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി. തക്കാളി ഒരുപാട് കഴിച്ചാലും കിഡ്നി സ്റ്റോണിന് കാരണമാകും. ഓക്കെ, അതിൽ ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണ് ഓക്സലേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അബിഡിൻ. അബിഡിൻ എന്ന് പറയുന്നത് എഗ് വൈറ്റ് ആണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് മേജർ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ബൈൻഡ് വിത്ത് ബയോട്ടിൻ ആൻഡ് സപ്രസ് ഇറ്റ്സ് ഫംഗ്ഷൻ. ബയോട്ടിനുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യുന്നതാണ് അബിഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ഓരോന്ന് പഠിക്കണം. എന്താണ് ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയാം. നോക്കിക്കേ, ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓരോന്നും പഠിച്ചു വെച്ചേക്കണം. ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ദേ ആർ പ്രസന്റ് ഇൻ റെഡ് ഗ്രാം, ബംഗാൾ ഗ്രാം, കൗപ്പി, ഡബിൾ ബീൻസ്, സോയ് ബീൻസ്, ലത്തൈറസ് സറ്റീവസ് ആൻഡ് പീസ്. അപ്പം ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് എവിടൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? റെഡ് ഗ്രാമില്, ബംഗാൾ ഗ്രാം, കൗപ്പി, ഡബിൾ ബീൻസ്, സോയ് ബീൻസ്, ലത്തൈറസ് സറ്റീവസ് ആൻഡ് പീസ്. ഇവിടൊക്കെയാണ് ട്രിപ്സിൻ ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ പ്രസന്റ് ആയിട്ടുള്ളത്. Trypsin inhibitors are proteins that inhibit the activity of trypsin in the gut and interfere with the digestibility of dietary proteins and reduce their utilization. ഇതാണ് നമ്മൾ പറഞ്ഞത്. ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. അത് എന്ത് ചെയ്യും? ട്രിപ്സിന്റെ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. ഗട്ടിൽ കാണപ്പെടുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. അതിന്റെ ആക്ടിവിറ്റിനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? യൂട്ടിലൈസേഷനെ, ഡയറ്ററി പ്രോട്ടീന്റെ ഡൈജസ്റ്റബിലിറ്റി റെഡ്യൂസ് ചെയ്യും, യൂട്ടിലൈസേഷനെ റെഡ്യൂസ് ചെയ്യും. ആര്? ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ്. നെക്സ്റ്റ്, പാൻക്രിയാസ് എൻലാർജ്മെന്റ് ആൻഡ് ഗ്രോത്ത് റിട്ടാർഡേഷൻ occur in animals that consume diet containing trypsin inhibitor. അതായത് ട്രിപ്സിൻ ഇൻഹിബിറ്റർ കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ഫുഡുകൾ കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? പാൻക്രിയാസിന്റെ എൻലാർജ്മെന്റ് സംഭവിക്കും. അതുപോലെ തന്നെ ഗ്രോത്ത് റിട്ടാർഡേഷനും സംഭവിക്കും. ഗ്രോത്ത് റിട്ടാർഡേഷൻ അതുപോലെ തന്നെ പാൻക്രിയാസ് എൻലാർജ്മെന്റും സംഭവിക്കും.
എന്താ വളർച്ചയൊക്കെ മുരടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദ റിലീസ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് particularly methionine is hampered by the presence of inhibitor inhibitors. ഓക്കെ, അപ്പം എന്താണ് അമിനോ ആസിഡ്സിന്റെ അതായത് പ്രത്യേകിച്ച് മെഥിയോണിൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇൻഹിബിറ്ററിന്റെ ആ ഒരു പ്രസൻസിനെ ഹാമ്പർ ചെയ്യും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തും. ദേ ആർ ജനറലി ഹീറ്റ് ലേബിയൽ ആൻഡ് മോസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ലൈക്ക് പ്രഷർ കുക്കിംഗ് ഡിസ്ട്രോയ്സ് ദം. അതുപോലെ തന്നെ ഈ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സിന് ഈ പറയുന്ന പീസിലും ബംഗാൾ ഗ്രാമിലും റെഡ് ഗ്രാമിലൊക്കെ ഈ പറയുന്ന എന്തുണ്ട് ട്രിപ്സിൻ ഇൻഹിബിറ്റർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാം? ഒന്നിലും നമ്മൾ നന്നായിട്ട് അത് എന്ത് ചെയ്യുക, സോക്ക് ചെയ്ത് വെക്കുക വെള്ളത്തിൽ, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് കുക്ക് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഈ പറയുന്ന ഹീറ്റ് ലേബിൾ ആയതുകൊണ്ട് തന്നെ ഈ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ഹീറ്റ് ലേബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോക്ലേവിംഗ് അറ്റ് 120°C ഫോർ 15 to 30 minutes. 15 to 30 minutes നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോക്ലേവ് ടെമ്പറേച്ചർ കൊടുക്കുക, അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യുക 120°C ഓട്ടോക്ലേവ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ആർ ഈസിലി ഇനാക്ടിവേറ്റഡ് ഫ്രം ഡാൾസ്, ബട്ട് മോർ ഡ്രാസ്റ്റിക് ഹീറ്റ് ട്രീറ്റ്മെന്റ് is necessary to inactivate trypsin inhibitors of soybean and kidney beans. അതായത് ദാലിലെ അല്ലെങ്കിൽ ഉഴുന്ന് ദാലിലേക്ക് എന്ത് ചെയ്യും, ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇനാക്ടിവേറ്റ് ചെയ്യും. ലൈക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇനാക്ടിവേറ്റ് ചെയ്യും. ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ആർ ഈസിലി ഇനാക്ടിവേറ്റഡ് ഫ്രം ഡാൾസ്, ബട്ട് മോർ ഡ്രാസ്റ്റിക് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഈസ് നെസസറി ടു ഇനാക്ടിവേറ്റ് ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ഓഫ് സോയ്ബീൻ ആൻഡ് കിഡ്നി ബീൻസ്. അതായത് നോർമലി നമ്മൾ പറയാം ഡാൽസിലേക്ക് ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് നമുക്ക് നോർമൽ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സോയ്ബീനിലോ കിഡ്നി ബീനിലോ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ ഡ്രാസ്റ്റിക് ഹീറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ദിസ് ഇൻഹിബിറ്റേഴ്സ് പ്രിവെന്റ് ഡീഗ്രഡേഷൻ ഓഫ് സ്റ്റോറേജ് പ്രോട്ടീൻസ് ഡ്യൂറിംഗ് സീഡ് മെച്ചുറേഷൻ. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്, ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞു. എന്താ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ എന്ന് പറയുന്നത്? എന്താ ആന്റി ന്യൂട്രിയൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലാന്റ്സിൽ. നമ്മൾ ഒരു തരത്തിലുള്ള ബോഡിയിൽ നറിഷ്മെന്റോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. ഡൈജസ്റ്റബിലിറ്റിനെ, അബ്സോർപ്ഷനെ, ന്യൂട്രലൈസേഷനെ, ന്യൂട്രിയൻ ഇൻടേക്കിനെ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹ്യൂമൻസിന് യൂഷ്വലി അത് എന്താണ് ഹാർംഫുൾ ആണ്, ബട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും ഉണ്ട്. ഇതിനെ പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്നും കൂടിയാണ് നമ്മൾ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ കുറച്ച് സീഡ്സിന്റെ ഇതാണ് കൊടുത്തേക്കുന്നത്, ബീൻസ്, കുറച്ച് സീഡ്സിന്റെ കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഇമേജ് കൊടുത്തേക്കുവാണ്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്, പ്രോട്ടീൻ എന്നും അതർ സബ്സ്റ്റൻസസ് എന്നും നമ്മൾ നന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോട്ടീൻസിൽ എന്തൊക്കെയാ വരുന്നത്, പ്രോട്ടിയേസ്, ഇൻഹിബിറ്റേഴ്സ്, ലെക്റ്റിൻസ്, അവിഡിൻ വരുന്നുണ്ട്. ലൈക്ക് എഗ് വൈറ്റിലാണ് അവിഡിൻ പ്രസന്റ് ആയിട്ടുള്ളത്. അതർ സബ്സ്റ്റൻസിന്റെ കാറ്റഗറി വരുന്നത് ടാനിന്, ടോക്സിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, ഫൈറ്റേറ്റ്സ്, ഓക്സലേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്, അതിന്റെ സോഴ്സും മേജർ ഫംഗ്ഷൻസും പഠിച്ചു. അത് പഠിച്ചു വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ട്രിപ്സിൻ ഇൻഹിബിറ്റർ ഓരോന്ന് എടുത്ത് പറയുകയാണ്. ട്രിപ്സിൻ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണപ്പെടുന്നത്? മോസ്റ്റ്ലി റെഡ് ഗ്രാമില്, ബംഗാൾ ഗ്രാമില്, അങ്ങനെ സോയ്ബീൻസിൽ, ലത്തൈറസ് സറ്റീവസ്, പീസ്, അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്, ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഇതെന്താ ചെയ്യുന്നത്, ഈ ട്രിപ്സിന്റെ അല്ലെങ്കിൽ ട്രിപ്സിന്റെ ആ ഒരു ആക്ടിവിറ്റിനെ എന്ത് ചെയ്യും, അത് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന എൻസൈംസ് ആണ് എന്ന് പറയുന്നത് ട്രിപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റി എന്ത് റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഡയറ്ററി പ്രോട്ടീൻസിന്റെ ഡൈജസ്റ്റബിലിറ്റി റെഡ്യൂസ് ചെയ്യും, യൂട്ടിലൈസേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യും. ഇനി ട്രിപ്സിൻ ഇൻഹിബിറ്ററിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഫുഡ് റെഗുലർ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസ് എൻലാർജ്മെന്റ്, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഒക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഹിബിറ്റേഴ്സിന്റെ പ്രസൻസിനെ ഹാമ്പേർഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണ്, മെത്തിയോണിൻ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ, മെത്തിയോണിൻ. അതുപോലെ ജനറലി നമുക്ക് ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സിനെ നോർമലി നമുക്ക് ഹീറ്റ് ലേബിൾ ആയതുകൊണ്ട് കുക്കിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ കുക്കിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 15 to 30 minutes ഓട്ടോക്ലേവിംഗ് ടെമ്പറേച്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതും എന്ത് ചെയ്യും, ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം ഇനാക്ടിവേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് നമുക്ക് ഈസിലി ഇനാക്ടിവേറ്റ് ചെയ്യും. ഡാലിലൊക്കെ പെട്ടെന്ന് ഇനാക്ടിവേറ്റ് ചെയ്യും. പക്ഷേ സോയ്ബീനിലും കിഡ്നി ബീൻസിലൊക്കെ നമ്മൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ഇനാക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യും, സ്റ്റോറേജ് പ്രോട്ടീൻസിന്റെ ഡിഗ്രഡേഷൻ പ്രിവെന്റ് ചെയ്യും. ഡ്യൂറിംഗ് സീഡ് മെച്ചുറേഷന്റെ സമയത്ത് സ്റ്റോറേജ് പ്രോട്ടീൻസിന്റെ ഡിഗ്രഡേഷനെ പ്രിവെന്റ് ചെയ്യാറുണ്ട്.
നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ലെക്റ്റിൻസ്. ലെക്റ്റിൻസ് എന്താണെന്ന് നോക്കിക്കേ. ലെക്റ്റിൻസ് ഹാവ് ദ കേപ്പബിലിറ്റി ടു ഡയറക്ട്ലി ബൈൻഡ് ടു ദ intestinal mucosa, interacting with the enterocytes and interfering with the absorption and transportation of nutrients, particularly carbohydrate during digestion. അതായത് ലെക്റ്റിൻസിന് എന്തിനുള്ള കഴിവുണ്ട്? ഡയറക്ട്ലി intestinal mucosa ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുവഴി എന്ത് ചെയ്യും? ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ അബ്സോർപ്ഷനെ എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും, പർട്ടിക്കുലർലി കാർബോഹൈഡ്രേറ്റിന്റെ ഡയജഷന്റെ സമയത്ത്. അതിന്റെ എഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന എന്താണ്? ഹിമഗ്ലൂട്ടിനേഷനും റിട്ടാർഡിങ് ഗ്രോത്ത് റിട്ടാർഡേഷനും ലെക്റ്റിന്റെ ഒരു ഫലമായിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗോയിട്രോജൻസ്. ഗോയിട്രോജൻസ് എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഗോയിറ്ററിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഗോയിട്രോജൻസ് എന്ന് പറയുന്നത്. ഗോയിട്രോജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് സബ്സ്റ്റൻസ് ഇന്റർഫിയർ വിത്ത് അയഡിൻ അപ്ടേക്ക് ബൈ ദ തൈറോയ്ഡ് ഗ്ലാൻഡ് കോസിങ് ഇറ്റ്സ് എൻലാർജ്മെന്റ്. ഇത് എന്ത് ചെയ്യും? അയഡിൻ അപ്ടേക്കുമായിട്ട് ഈ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും അല്ലെ. ബൈ ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇതുവഴി എന്ത് ചെയ്യും? തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? വലുതാകും, അതായത് വീക്കം സംഭവിക്കും. ഓക്കെ, ദിസ് പ്രിവെന്റ് ദ ഓക്സിഡേഷൻ ഓഫ് അയഡിൻ, സോ ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് തൈറോസിൻ, goiter like appearance of the neck region. അത് എന്ത് ചെയ്യും? ഈ അയഡിന്റെ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ ഇവിടെ ഇങ്ങനെ വീങ്ങി വരും. goiter ലൈക്ക് അപ്പിയറൻസ് നെക്ക് റീജിയനിൽ ഫോം ചെയ്യും. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് അയഡിൻ അപ്ടേക്കിനെ ഇന്റർഫിയർ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പൾസസ് ലൈക്ക് റോ സോയാബീൻസ്, ഗ്രൗണ്ട്നട്ട്സ്, മസ്റ്റാർഡ് സീഡ്സ് ആൻഡ് റൈഡ് സീഡ് കണ്ടെയ്ൻ ഗോയിട്രോജനിക് സബ്സ്റ്റൻസ്. ഗോയിട്രോജനിക് സബ്സ്റ്റൻസ് എവിടെയൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? റോ ആയിട്ടുള്ള സോയാബീൻസിൽ, ഗ്രൗണ്ട്നട്ട്സിൽ, മസ്റ്റാർഡ് സീഡ്സിലൊക്കെ പ്രസന്റ് ആണ്, റൈഡ് സീഡ്സിലൊക്കെ പ്രസന്റ് ആണ്. ഓക്കെ, next, thiocyanate, isothiocyanates and their derivatives formed after hydrolysis of the thioglycosides are potential goitrogens. Potential goitrogens ഏതൊക്കെയാണ്? തയോസൈനേറ്റ്സും ഐസോതയോസൈനേറ്റ്സും അതിന്റെ ഡെറിവേറ്റീവ്സും ഒക്കെ എന്താണ്? പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഗോയിട്രോജൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തയോസൈനേറ്റും ഐസോതയോസൈനേറ്റും അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് is formed after the hydrolysis of thioglycoside. തയോഗ്ലൈക്കോസൈഡിന് ഹൈഡ്രോലൈസിസ് സംഭവിച്ച് ഫോം ചെയ്യുന്നവരാണ് എന്തെന്ന് പറയുന്നത്? തയോഗ്ലൈക്കോസൈഡിന് ഹൈഡ്രോലൈസിസ് സംഭവിച്ച് ഫോം ചെയ്യുന്നവരാണ് എന്തെന്ന് പറയുന്നത്? തയോസൈനേറ്റും ഐസോതയോസൈനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐസോതയോസൈനേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ട്രീറ്റിംഗ് ദ പൾസസ് വിത്ത് ഹീറ്റ് ആൻഡ് കുക്കിംഗ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ഓവർകം ദ ഹാർംഫുൾ എഫക്ട് by blocking further release of these substances. Also previously released substances are not destroyed. അതായത് നമ്മൾ ഈ പൾസസിനെ എന്ത് ചെയ്യാം? നന്നായിട്ട് ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യുക. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുകയോ കുക്ക് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഇൻഹിബിറ്റർ ഗോയിട്രോജൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫർദർ റിലീസിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഓൾറെഡി പ്രീവിയസ്ലി റിലീസ് ചെയ്ത സബ്സ്റ്റൻസസ് എന്ത് ചെയ്യത്തില്ല? അവിടെ ഡിസ്ട്രോയ് ചെയ്യത്തില്ല. ഓക്കെ, സബ്സ്റ്റൻസസ് ഡിസ്ട്രോയ് ചെയ്യത്തില്ല. ഓക്കെ, അതാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത്? ഗോയിട്രോജൻസ് പറഞ്ഞപ്പോൾ ഗോയിട്രോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? അയഡിൻ അപ്ടേക്കിനെ ഇന്റർഫിയർ ചെയ്യും. അതുപോലെ തന്നെ അയഡിന്റെ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യും. അതുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പറയുന്ന ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിന്റെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന്റെ ഫലമായിട്ട് ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. അതായത് നെക്ക് റീജിയൻ എന്ത് ചെയ്യും? ഇങ്ങനെ വീർത്ത് വരും. സോ പൾസസ് ലൈക്ക് റോ സോയാബീൻസ്, ഗ്രൗണ്ട്നട്ട്സിലും മസ്റ്റാർഡ് സീഡ്സിലും ഒക്കെ എന്തുണ്ട്? ഗോയിട്രോജനിക് സബ്സ്റ്റൻസസ് പ്രസന്റ് ആണ്. തയോസൈനേറ്റും ഐസോതയോസൈനേറ്റും ആണ് പൊട്ടൻഷ്യൽ ഗോയിട്രോജൻസ് എന്ന് നമ്മൾ പറയുന്നത്. തയോഗ്ലൈക്കോസൈഡ്സിന്റെ ഹൈഡ്രോലൈസിസ് വഴിയാണ് തയോസൈനേറ്റും ഐസോതയോസൈനേറ്റും ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ നശിപ്പിക്കാം? നന്നായിട്ട് ഹീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്യുക. ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സബ്സ്റ്റൻസിന്റെ റിലീസ് ചെയ്യുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫർദർ പ്രീവിയസ്ലി റിലീസ് ചെയ്ത സബ്സ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ട്രീറ്റിംഗ് ദ പൾസസ് വിത്ത് ഹീറ്റ്. ഓക്കെ, അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. ഫർദർ അതായത് പ്രീവിയസ്ലി റിലീസ് ചെയ്ത സബ്സ്റ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സയോനോജനിക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണ് സയോജനിക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, the toxic agent here is hydrocyanic acid formed after hydrolysis of cyanogenic glycoside in the presence of an enzyme beta glucosidase already present in pulse. ഇവിടുത്തെ ടോക്സിക് ഏജന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോസയാനിക് ആസിഡ് ആണ്. ഓക്കെ, അതായത്
ജനിക് ഗ്ലൈക്കോസൈഡിന് ഹൈഡ്രോലൈസിസ് സംഭവിച്ചിട്ടാണ് ഹൈഡ്രോസയാനിക് ആസിഡ് ഫോം ചെയ്യും. ഹൈഡ്രോസയാനിക് ആസിഡ് ഫോം ചെയ്യും ഓൺ ഹൈഡ്രോലൈസിസ്. ഓക്കെ, എന്തിന്റെ പ്രസൻസില്? ബീറ്റ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ, ബീറ്റ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? സയാനോജനിക് ഗ്ലൈക്കോസൈഡിന് ഹൈഡ്രോലൈസിസ് സംഭവിച്ച് ഹൈഡ്രോസയാനിക് ആസിഡ് ഫോം ചെയ്യും. അപ്പം ഈ ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന് പറയുന്നതാണ് സയാനോജനിക് ഗ്ലൈക്കോസൈഡിലെ ഒരു ടോക്സിക് ഏജന്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഹൈഡ്രോസയാനിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, ഹൈഡ്രോസയാനിക് ആസിഡ് ആയിരിക്കും, അത് ഓർത്ത് വെച്ചോണേ. The compound causes cyanide poisoning by interfering with the tissue and cellular respiration. ഈ ഹൈഡ്രോസയാനിക് ആസിഡ് ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ പറയുന്ന സയാനോജനിക് ഗ്ലൈക്കോസൈഡ് ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? സയനൈഡ് പോയിസണിങ്ങിന് കാരണമായിട്ടുള്ളത്. സയനൈഡ് പോയിസണിങ്ങിന് കാരണമായിട്ടുള്ളതാണ് സയാനോജനിക് ഗ്ലൈക്കോസൈഡ് അല്ലെങ്കിൽ ഇതിലുള്ള ടോക്സിക് ഏജന്റ് ആയ ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന് പറയുന്നത്. The safe limit for cyanide is between 10 to 20 mg per 100 grams of pulses, normally present within this range in most pulses except lima beans and linseed. അതായത് സേഫ് ലിമിറ്റ്, സയനൈഡിന്റെ സേഫ് ലിമിറ്റ് എത്രയാണ്? ബിറ്റ്വീൻ 10 to 20 mg ആണ് കേട്ടോ. പൾസസിലെ ഏറ്റവും ലിമിറ്റഡ് റേഞ്ച്, സേഫ് ലിമിറ്റ് റേഞ്ച് എത്രയാണ് സയനൈഡിന്റെ? 10 to 20 mg per 100 grams ആണ്. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ലിമാ ബീൻസിലും ലിൻസീഡിലും ഇത്രയും അല്ല പ്രസന്റ് ആയിട്ടുള്ളത്, ഈ ഒരു റേഞ്ച് അല്ലായിരിക്കും. പക്ഷെ നോർമലി സേഫ് ലിമിറ്റ് എന്ന് പറയുന്ന സയനൈഡിന് 10 to 20 mg ആയിരിക്കും per 100 gram എന്ന് പറയുന്നത്. എക്സെപ്റ്റ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിമാ ബീൻസും ലിൻസീഡും ആണ് കേട്ടോ. മോസ്റ്റ് പൾസസിലും ഈ ഒരു റേഞ്ച് ആണ് എക്സെപ്റ്റ് ലിമാ ബീൻസ് ആൻഡ് ലിൻസീഡ്. നെക്സ്റ്റ്, ഓൺ കുക്കിംഗ് ദ കോമ്പൗണ്ട് ഗെറ്റ്സ് ഡീആക്ടിവേറ്റഡ് ആൻഡ് ഇൻകേപ്പബിൾ ടു ആക്ട്. കുക്കിങ്ങിന്റെ സമയത്ത് എന്ത് ചെയ്യും? ഈ പൾസസിനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോമ്പൗണ്ട്സ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സാപ്പോണിൻ. സാപ്പോണിൻ എന്ന് പറയുന്ന അടുത്തൊരു ന്യൂട്രീഷണൽ ഫാക്ടർ ആണ് സാപ്പോണിൻ എന്ന് പറയുന്നത്. These substances are foam producing when agitated with water, just like so. സാപ്പോണിൻസിന്റെ പ്രത്യേകത എന്താണ്? ഫോം പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലെ, ഇങ്ങനെ പത ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ എന്താ ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഇങ്ങനെ പത ഫോം ചെയ്യും. അത് നമ്മൾ ഈ ചില എന്താ പൾസസ് ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് എന്ത് കാണാറുണ്ട്? ഇങ്ങനെ പതഞ്ഞു വരാറുണ്ട് അല്ലെ. അപ്പൊ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് സാപ്പോണിൻസ്, അത് ഓർത്തോണം. അല്ലാതെ അതിലുള്ള എന്താ വേറെ എന്തെങ്കിലും അഴുക്കോ കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല പതഞ്ഞു വരുന്നത്. സാപ്പോണിൻ എന്ന് പറയുന്ന ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആ പൾസസിൽ പ്രസന്റ് ആയതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? ഫോം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഫോം പ്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് സോപ്സ് അല്ലേ, സോപ്പ് പോലെ ഫോം പ്രൊഡ്യൂസ് ചെയ്യും. ദേ ആർ ഇൻ ബിറ്റർ ടേസ്റ്റ് ആൻഡ് കെമിക്കലി ദേ ആർ ഗ്ലൈക്കോസൈഡ്സ് വിത്ത് ഹൈ മോളിക്കുലർ വെയിറ്റ്. അതെന്താണ്? ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര കയ്പായിരിക്കും, സാപ്പോണിൻസിന്റെ കയ്പ് ഉണ്ടായിരിക്കും. ആൻഡ് ദേ ആർ എന്താണ്? ഗ്ലൈക്കോസൈഡ്സ് വിത്ത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഗ്ലൈക്കോസൈഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സാപ്പോണിൻസ് എന്ന് പറയുന്നത്. പീനട്സ് ആൻഡ് സോയാബീൻസ് ആർ സാപ്പോണിൻ കണ്ടെയ്നിങ് പൾസസ് അല്ലെ. സാപ്പോണിൻ കണ്ടെയ്നിങ് പൾസസ് ആണ് പീനട്ട്, സോയാബീൻസ്. നിങ്ങൾ നോക്കിയാൽ മതി, സോയാബീന് കുറച്ചെടുത്ത് വെള്ളത്തിയിട്ട് ഇങ്ങനെ നമ്മൾ കുതിർക്കാൻ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. അത് ഫുള്ള് നമ്മൾ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതൊരു കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ സാപ്പോണിന്റെ പ്രസൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാകും. അത് നമ്മുടെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ചില പൾസസ് ലൈക്ക് ഇങ്ങനെ ഈ ചില ഉഴുന്നുകളിൽ മസൂർ ദാല് അങ്ങനെയുള്ളതിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ഈ പറയുന്ന ഇങ്ങനെ പതഞ്ഞു പൊങ്ങാറുണ്ട്. കാരണം ഇവിടൊക്കെ എന്തിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും? സാപ്പോണിന്റെ പ്രസന്റ് ഉണ്ടായിരിക്കും. സാപ്പോണിൻ ദാറ്റ് കോസ് ടോക്സിക് എഫക്ട് ആർ സാപ്പോടോക്സിൻസ്. സാപ്പോണിൻസ് ഉണ്ടാക്കുന്ന ടോക്സിക് എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാപ്പോണിൻസ് എന്ന് പറയുന്നത്. സാപ്പോടോക്സിൻസ് എന്ന് പറയുന്നത്. സാപ്പോണിൻസ് ഉണ്ടാക്കുന്ന ടോക്സിക് എഫക്റ്റിനെയാണ് നമ്മൾ സാപ്പോടോക്സിൻസ് എന്ന് പറയുന്നത്. ദേ ഇൻഡ്യൂസ് നൗസിയ ആൻഡ് വോമിറ്റ്. അത് എന്തിനു കാരണമാകും? ഇങ്ങനെ വോമിറ്റിങ് അല്ലെങ്കിൽ ഇങ്ങനെ നൗസിയ, ലൈക്ക് ഇങ്ങനെ മനം പുരട്ടി വരികയൊക്കെ ചെയ്യും. നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. ദ ടോക്സിൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ സോക്കിംഗ് ദ പൾസ് ബിഫോർ കുക്കിംഗ് ഇറ്റ്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാപ്പോണിൻസ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിനെ കുറെ മണിക്കൂർ എന്ത് ചെയ്യുക? ഇങ്ങനെ കുതിർത്ത് വെക്കുക. ബൈൻഡ് വിത്ത് ദ RBC ആൻഡ് കോസ് ഹിമോലൈസ്. അതുപോലെ തന്നെ ഈ സാപ്പോണിൻസ് എന്തിനുള്ള കഴിവുണ്ട്? RBC ആയിട്ട് ബൈൻഡ് ചെയ്ത് RBC റപ്ചറിന് അത് കാരണമാകും, ഹിമോലൈസിസിന് കാരണമാകും. ഓക്കെ, ഡിപ്രഷൻ ഓഫ് ഗ്രോത്ത് റേറ്റ്, എൻസൈം ഇൻഹിബിഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ഒക്കെ എന്ത് കാരണമാകും? സാപ്പോണിൻസ് കാരണമാകും. ഗ്രോത്ത് റേറ്റ് റെഡ്യൂസ് ചെയ്യും, എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യും, ഡൈജസ്റ്റീവ് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യും, ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഓൾട്ടർ ദ സെൽ വാൾ പെർമിബിലിറ്റി, സെൽ വാളിന്റെ പെർമിബിലിറ്റി റെഡ്യൂസ് ചെയ്യും. എക്സാമ്പിൾ സാപ്പോണിൻസ് ഫ്രം ബൾബോസ്റ്റെർമ പാനിക്കുലാറ്റം ഹാസ് ആന്റി സ്പെർമൽ എഫക്ട്സ് ഓൺ ഹ്യൂമൻ സ്പെർമാറ്റോസോവ ആൻഡ്
ഇൻഹിബിറ്റ് അക്രോസോം ആക്ടിവിറ്റി. അത് ഓർത്ത് വെച്ചോണം. ബൾബോസ്റ്റോമ പാനിക്കുലേറ്റം എന്ന് പറയുന്ന ഒരു ചെടിയില് സാപ്പോണിൻസിന്റെ കണ്ടന്റ് ഉണ്ട്. അതിന് എന്തിനുള്ള കഴിവുണ്ട്? ആന്റിസ്പെർമൽ എഫക്ട്, ഹ്യൂമൻ സ്പെർമാറ്റോസോയിൽ ആന്റിസ്പെർമൽ എഫക്റ്റിന് കാരണമാകും. ആൻഡ് ഇറ്റ് ഇൻഹിബിറ്റ് ആക്രോസോം ആക്ടിവിറ്റി, ആക്രോസോമിന്റെ ആക്ടിവിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടാനിൻസ്. ടാനിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ കണ്ടൻസ്ഡ് പോളിഫിനോളിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാനിൻസ് എന്ന് പറയുന്നത്. കണ്ടൻസ്ഡ് ആയിട്ടുള്ള പോളിഫിനോളിക് കോമ്പൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ടാനിൻസ് എന്ന് പറയുന്നത്. They are present high amounts in seed coat of most legumes. അതായത് സീഡ് കോട്ട് ലെഗ്യൂംസിൽ ഏറ്റവും കൂടുതലും എന്തുണ്ടാവും? ടാനിൻസ് ഉണ്ടാവും. സീഡ് കോട്ട് ലെഗ്യൂംസിൽ ടാനിൻസ് പ്രസന്റ് ആണ്. They are condensed polyphenolic compounds and tannins bind with the iron irreversibly and interfere with the iron absorption. നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് എന്താണ്, ടൊമാറ്റോ പ്രൊഡക്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ടാനിനും അയണും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും പറയുന്ന ഒരു പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടാനിൻ ഫോം ചെയ്യും, അതിൽ നിന്ന് ഫെറിക് ടാനേറ്റ് ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. ടാനിൻ എന്തിനുള്ള കഴിവുണ്ട്? അയണുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ അയൺ അബ്സോർപ്ഷൻ അത് ഇന്റർഫിയർ ചെയ്യും. ടാനിൻസ് ഇന്റർഫിയർ വിത്ത് ഡൈജസ്റ്റീവ് ആക്ഷൻ ഓഫ് ട്രിപ്സിൻ ആൻഡ് ആൽഫ അമൈലേസ് rendering the dietary protein and carbohydrate indigestible. ടാനിൻ എന്തുമായിട്ട് ഇന്റർഫിയർ ചെയ്യും? ട്രിപ്സിനും ആൽഫ അമൈലേസും, ഡൈജസ്റ്റീവ് എൻസൈംസ് ആയ ട്രിപ്സിനും ആൽഫ അമൈലേസുമായിട്ട് എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. ആൻഡ് ബൈ rendering the dietary protein and carbohydrates indigestible. അതായത് ഇൻഡൈജഷന് വേണ്ടിയിട്ട് ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാണ്ട് ഇരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ടാനിൻ ഓൾസോ ബൈൻഡ് പ്രോട്ടീൻസ് ആൻഡ് റെഡ്യൂസ് ദർ അവൈലബിലിറ്റി. പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിന്റെ അവൈലബിലിറ്റിയും എന്ത് ചെയ്യും? അത് റെഡ്യൂസ് ചെയ്യും. അതുപോലെ ബി അബ്സോർപ്ഷനെ അത് എഫക്ട് ചെയ്യും. റിമൂവൽ ഓഫ് സീഡ് ഓഫ് ലെഗ്യൂംസ് റെഡ്യൂസ് ദ ടാനിൻ കണ്ടന്റ്. സീഡ് കോട്ട് ലെഗ്യൂംസിൽ നമ്മൾ സീഡ് കോട്ടിനെ റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ടാനിന്റെ ആ ഒരു എന്ത് ചെയ്യാൻ പറ്റും? കണ്ടന്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. റിമൂവൽ ഓഫ് ഹസ്ക് ലോവേഴ്സ് ടാനിൻ കണ്ടന്റ് ആൻഡ് ദസ് ഇംപ്രൂവ് ദ അപ്പിയറൻസ്, ടെക്സ്ചർ, കുക്കിംഗ് ക്വാളിറ്റി, പാലറ്റബിലിറ്റി, ഡൈജസ്റ്റബിലിറ്റി ഓഫ് ദ ഗ്രെയിൻ ആൻഡ് ബയോ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. അതായത് ടാനിനെ അവോയ്ഡ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ടാനിൻ സീഡ് കോട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? അപ്പിയറൻസ് ഇൻക്രീസ് ചെയ്യാം, ടെക്സ്ചർ ഇൻക്രീസ് ചെയ്യാം, കുക്കിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും, ആ ഒരു ഡൈജസ്റ്റബിലിറ്റിയും ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ പലൈറ്റബിലിറ്റിയും ആ ഗ്രെയിൻ്റെ ടേസ്റ്റും ഡൈജസ്റ്റബിലിറ്റിയും പലൈറ്റബിലിറ്റി ഒക്കെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ബയോ അവൈലബിലിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Next, white coat beans have negligible quantity of tannins, whereas black and red varieties have higher content of tannins. അതായത് white coat beans, white coated ആയിട്ടുള്ള പൾസസിലൊക്കെ എന്താണ്? നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയിലുള്ള ടാനിൻസ് മാത്രമേ, കുറച്ച് ക്വാണ്ടിറ്റിയിലെ ടാനിൻസ് ഉള്ളൂ. അതേസമയം ബ്ലാക്ക് ആൻഡ് റെഡ് കോട്ടിംഗ് പൾസസിലൊക്കെ എന്താണ്? ഹയർ കണ്ടന്റ് ഓഫ് ടാനിൻസ് ആണ് ഉള്ളത്. ആൻഡ് റെഡ് കിഡ്നി ബീൻ, ബ്ലാക്ക് ഗ്രാം ആൻഡ് സോയാബീൻ ഹാവ് ഹയർ എമൗണ്ട് ഓഫ് പോളിഫിനോളിക് കോമ്പൗണ്ട്സ്. അല്ലെ, റെഡ് കിഡ്നി ബീനിലും ബ്ലാക്ക് ഗ്രാം, സോയാബീൻ ഇതിലൊക്കെ എന്താണ്? ടാനിൻ കണ്ടന്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഹയർ എമൗണ്ട് ഓഫ് പോളിഫിനോളിക് കോമ്പൗണ്ട്സ് കൂടുതലാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ആന്റി മെറ്റൽസ്. ആന്റി മെറ്റൽസ് ഏതൊക്കെയാണ് നോക്കിക്കേ? ഫൈറ്റേറ്റ്സ് ആൻഡ് ഓക്സലേറ്റ്സ്. ഫൈറ്റേറ്റ്സ് ആൻഡ് ഫൈറ്റേറ്റ്സ് എന്നാണ്. ഫൈറ്റേറ്റ്സ് ആൻഡ് ഓക്സലേറ്റ്സ്. ഫൈറ്റേറ്റ്സ് എന്താണ് നോക്കിക്കേ? ഫൈറ്റിക് ആസിഡ് ലൈക്ക് ഇനോസിറ്റോൾ ഫോസ്ഫേറ്റ്, പ്രിൻസിപ്പൽ സ്റ്റോറേജ് ഫോം ഓഫ് ഫോസ്ഫറസ് ഇൻ മെനി പ്ലാന്റ് ടിഷ്യൂസ് എസ്പെഷ്യലി ഇൻ ബ്രാൻ ആൻഡ് സീഡ്. അതായത് ഫൈറ്റേറ്റ്സ് എന്ന് പറയുന്നതിൽ ഫൈറ്റിക് ആസിഡ് ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ടിഷ്യൂസിലും അതുപോലെ ഈ ഇങ്ങനെ ബ്രാൻ ഒക്കെ ഉള്ള എന്താ അല്ല ഗ്രെയിൻസിലും അല്ലെങ്കിൽ സീഡ്സിലും ഒക്കെ ഒരു പ്രിൻസിപ്പൽ സ്റ്റോറേജ് ഫോം ഓഫ് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിനെ സ്റ്റോർ ചെയ്തേക്കുന്നത് ഫൈറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഇനോസിറ്റോൾ ഫോസ്ഫേറ്റിന്റെ രൂപത്തിലായിരിക്കും. അത് ഓർത്ത് വെച്ചോണം. ഫോസ്ഫറസിന്റെ പ്രിൻസിപ്പൽ സ്റ്റോറേജ് ഫോം ആണ് എന്തെന്ന് പറയുക? ഇനോസിറ്റോൾ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. കുഡ് ബി ടോക്സിക് വെൻ കൺസ്യൂംഡ് ഇൻ അൺപ്രോസസ്ഡ് ഫോം. അതായത് പ്രോസസ് ചെയ്യാണ്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? ടോക്സിക് ആയിരിക്കും. നെക്സ്റ്റ്, സ്ട്രോങ് ബൈൻഡിങ് അഫിനിറ്റി to calcium, magnesium, iron and zinc, form insoluble complex, reduced bioavailability of minerals. ഈ ഫൈറ്റേറ്റ്സിന് അല്ലെങ്കിൽ ഇനോസിറ്റോൾ ഫോസ്ഫേറ്റ് എന്തിനുള്ള കഴിവുണ്ട്? കാൽസ്യവും മഗ്നീഷ്യം അയണും സിങ്കുമായിട്ടൊക്കെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു അഫിനിറ്റി ഉണ്ടാകും. അതെന്ത് ഫോം ചെയ്യും? ഒരു ഇൻസോലുബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. അങ്ങനെ വരുമ്പോൾ മിനറൽസിന്റെ ബയോ അവൈലബിലിറ്റി അത് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊബയോട്ടിക്സ് പ്രൊഡ്യൂസ് ഫൈറ്റേഴ്സ് ഫ്രീ ഫോം ഓഫ് ഫോസ്ഫറസ് ആൻഡ് മെറ്റൽ അയോൺ ആൻഡ് ഇംപ്രൂവ് ഇന്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ. പ്രൊബയോട്ടിക്സും എന്ത് ചെയ്യും? ഫൈറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്രീ ഫോം ഓഫ് ഫോസ്ഫറസിന്റെ അല്ലെങ്കിൽ മെറ്റൽ അയോൺസിന്റെ ഫ്രീ ഫോം ആണ് എന്ന് പറയുന്നത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനെ പ്രൊബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഓക്സലേറ്റ്സ് ആണ്. ഫൈറ്റേറ്റ്സിനെ പോലെ തന്നെ ഓക്സലേറ്റ്സ് എന്ത് ചെയ്യും? കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള മിനറൽസുമായിട്ട് ബൈൻഡ് ചെയ്ത്
ആൻഡ് മെറ്റബോളിസത്തിന് എന്ത് ചെയ്യും ഇന്റർഫിയർ ചെയ്യുന്നവരാണ് എന്തെന്ന് പറയുന്നത് ഓക്സലേറ്റ്സ് എന്ന് പറയുന്നത് അതാ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ഫൈറ്റേറ്റ്സ് ഓക്സലേറ്റ് ബൈൻഡ് ടു മിനറൽസ് like calcium and magnesium and interfere with their metabolism. Okay. Next നോക്കിക്കേ if diet is deficient in calcium oxalates remain free in intestine. അതായത് നമ്മുടെ ഡയറ്റിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സലേറ്റ് എന്ത് ചെയ്യും intestine ഫ്രീ സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. Free oxalate is absorbed and form insoluble complex with calcium 2+. ഈ ഫ്രീ ഓക്സലേറ്റ് എന്ത് ചെയ്യും അതിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഒരു ഇൻസോൾബിൾ കോംപ്ലക്സ് ആയ കാൽസ്യം 2+ ഫോം ചെയ്യും. കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നതാണ് കിഡ്നി സ്റ്റോൺ അപ്പൊ കാൽസ്യം ഓക്സലേറ്റ്സ് ഫോം ചെയ്യുക കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും റീനൽ ട്യൂബ്യൂൾസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ യൂറിനറി കാൽക്കുലി അല്ലെങ്കിൽ ഹൈപ്പോ കാൽസീമിയ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയും അതിൽ മൂത്രത്തിൽ കല്ലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഓക്കെ, അതെന്ന് പറയുന്നത് എങ്ങനെയാ സംഭവിക്കുന്നത് ഓക്സലേറ്റ്സ് ഇൻറ്റെസ്റ്റൈനിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുമ്പോൾ ഫ്രീ ഓക്സലേറ്റ്സ് അബ്സോർബ് ചെയ്യപ്പെടുകയും അത് ഇൻസോൾബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. എന്തായിട്ട് കാൽഷ്യം 2+ ആയിട്ട് ഇൻസോൾബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. അങ്ങനെ കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അതായത് കാൽഷ്യം 2+ ആയിട്ട് കാൽഷ്യം 2+നെ അബ്സോർബ് ചെയ്തിട്ട് ഇൻസോൾബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പൊ കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് അത് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ അത് റീനൽ ട്യൂബ്സിനൊക്കെ ബ്ലോക്ക് ചെയ്ത് യൂറിനറി കാൽക്കുലി അല്ലെങ്കിൽ ഹൈപ്പോ കാൽസിമിക് കണ്ടന്റ് ഫോം ചെയ്യും. നെക്സ്റ്റ് പീപ്പിൾ വിത്ത് ടെൻഡൻസി ടു ഫോം കിഡ്നി സ്റ്റോൺസ് ആർ അഡ്വൈസ് ടു അവോയ്ഡ് ഓക്സലേറ്റ് റിച്ച് ഡയറ്റ്. അതായത് ഓക്സലേറ്റ് കണ്ടന്റുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് ഈ പറയുന്ന കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതുകൊണ്ടാണ് തക്കാളി ഒന്നും ഒരുപാട് കിഡ്നി സ്റ്റോൺ ഉള്ളവർ കഴിക്കരുതെന്ന് പറയുന്നത്, കാരണം അതിൽ ഓക്സലേറ്റ് കണ്ടന്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഗോസിപ്പോൾസ്. ഗോസിപ്പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നാച്ചുറലി ഒക്കറിംഗ് പോളിഫിനോളിക് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ പിഗ്മെന്റ് ഗ്ലാൻഡ് ഓഫ് കോട്ടൺസിൽ ഗോസിപ്പം സ്പീഷീസ്. ഗോസിപ്പിയം സ്പീഷീസിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു നാച്ചുറലി ഒക്കറിംഗ് പോളിഫിനോളിക് കോമ്പൗണ്ട് ആണ് എന്ന് പറയുന്നത് ഗോസിപ്പോൾ എന്ന് പറയുന്നത്. കേട്ടോ, ഗോസിപ്പിയം സ്പീഷീസിൽ പ്രസന്റ് ആയിട്ടുള്ള പോളിഫിനോളിക് കോമ്പൗണ്ട് ആണ് എന്ന് പറയുന്നത് ഗോസിപ്പോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 0.4 to 2.4% ഗോസിപ്പോൾ പ്രസന്റ് ഇൻ കോട്ടൺ സീഡ്. കോട്ടൺ സീഡിൽ എന്തുണ്ട്? എത്ര പെർസെന്റേജ് ഗോസിപ്പോൾ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? 0.4 to 2.4% ആണ്. And it bind with amino group of lysine in protein, so reduced lysine and protein availability and retard growth. ഇതിന് എന്തിനുള്ള കഴിവുണ്ടെന്നറിയോ? ലൈസിനുമായിട്ട് ബൈൻഡ് ചെയ്യും. ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലൈസിന്റെ കണ്ടന്റിനെ റിഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രോത്തിന്റെ റിട്ടാർഡേഷൻ, അതായത് ഗ്രോത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടീന്റെ അവൈലബിലിറ്റി കുറയ്ക്കും. അതുവഴി ഗ്രോത്ത് റിട്ടാർഡേഷൻ സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. Chelate with iron, reduce iron availability, reduce oxygen carrying capacity of HB, and cause circulatory failure and anemia may cause death. അപ്പൊ ഇതിന്റെ ഫലം അത് എന്ത് ചെയ്യും? അയണുമായിട്ട് കിലേറ്റ് ഫോം ചെയ്യും. അയൺ ബയോ അവൈലബിലിറ്റി റെഡ്യൂസ് ചെയ്യും. ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി, ഹീമോഗ്ലോബിന്റെ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതുവഴി അനീമിയ ഉണ്ടാകും. അതുവഴി എന്ത് സംഭവിക്കാം? ഡെത്ത് സംഭവിക്കാം. ഓക്കെ, സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് അപ്പറ്റൈറ്റ്, ലോസ് ഓഫ് വെയിറ്റ്, ലേബേർഡ് ബ്രീതിങ്, കാർഡിയാക് ഇറഗുലാരിറ്റി ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, വിശപ്പില്ലായ്മയും വെയിറ്റ് ലോസും അതുപോലെ ബ്രീതിങ് പ്രോബ്ലംസും കാർഡിയാക് ഇറഗുലാരിറ്റി ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഗോസിപ്പോൾസ് അല്ലെങ്കിൽ ഗോസിപ്പോൾ കൺസ്യൂം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൊലാനിൻ ആണ്. സൊലാനിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണ്. ഇറ്റ് ഈസ് എൻ ഗ്ലൈക്കോ ആൽക്കലോയിഡ്. അതുപോലെ പ്ലാന്റ്സിന്റെ നാച്ചുറൽ ഡിഫൻസിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന സൊലാനിൻ എന്ന് പറയുന്നൊരു ന്യൂട്രീഷണൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് സൊലാനിയേസി എന്ന് പറയുന്ന ഫാമിലി ാണ് ആ ഒരു സ്പീഷീസിലാണ് ഏറ്റവും അല്ലെങ്കിൽ അത് ആ ഒരു ഫാമിലിയിൽ പെടുന്നതാണ് സൊലാനിൻ എന്ന് പറയുന്നത്. അതുപോലെ സൊലാനിൻ റിച്ച് ആയിട്ടുള്ള ഇതാണ് എന്തെന്ന് പറയുക പൊട്ടറ്റോ, ടൊമാറ്റോ, എഗ് പ്ലാന്റ്, വഴുതനങ്ങ അതെല്ലാം എന്ന് പറയുന്നത് സൊലാനം ഫാമിലിയിൽ പെടുന്നതാണ്. നമ്മൾ സൊലാനം ആണ് നമ്മൾ ടൊമാറ്റോയിലൊക്കെ അതിന്റെ സയന്റിഫിക് നെയിം പഠിച്ചത് അല്ലെ? സൊലാന ലയോപെർസിക്കോ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. Next, solanin interacts with the mitochondrial membrane, opens potassium channels, increases membrane potential. Calcium 2+ ions move towards mitochondria and high concentration of calcium 2+ triggers cell damage. അതായത് സൊലാനിന് എന്തിനുള്ള കഴിവുണ്ട്? മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതുവഴി പൊട്ടാസ്യം ചാനൽസ് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. അതെന്ത് ചെയ്യും? മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. പിന്നെ കാൽഷ്യം അയോൺസ് എന്ത് ചെയ്യും? മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ചെയ്യുകയും ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം 2+ എന്തിനു കാരണമാകും? സെൽ ഡാമേജിന് കാരണമാകുകയും ചെയ്യും. സെൽ ഡാമേജിന്
ട്രിഗർ ചെയ്യുകയും ചെയ്യും. പൊട്ടറ്റോയിലുള്ള സൊലാനിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.2 മില്ലിഗ്രാം ആണ് കേട്ടോ. സൊലാനിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 0.2 മില്ലിഗ്രാം ആണ്. ബട്ട് വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ് ഇറ്റ്സ് എമൗണ്ട് ഈസ് 1 to 2 mg ആണ് കേട്ടോ. ലൈറ്റിനോട് അത് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 1 to 2 mg, കുറച്ചുകൂടെ കൂടും. ഇറ്റ് ഈസ് വെരി ടോക്സിക് ഈവൻ ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടെങ്കിലും സൊലാനിൻ കുറച്ചുകൂടി ഭയങ്കര ടോക്സിക് ആണ്. ഗ്രീൻ കളർ, പൊട്ടറ്റോയിലൊക്കെ ഗ്രീൻ കളർ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പൊട്ടറ്റോയിലൊക്കെ ഗ്രീൻ കളേർഡ് ഷെയ്ഡ് ഉണ്ടാക്കുക. അതെന്ന് പറയുന്നത് സൊലാനിന്റെ ഹൈ കോൺസെൻട്രേഷനെയാണ് കാണിക്കുന്നത് കേട്ടോ. അത് ടോക്സിൻ ആണ്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. In potato tubers, 30 to 80% of solanin develop in and close to the skin. Okay, 30 to 80% of solanin ഉള്ളിലും അതുപോലെ സ്കിന്നിന്റെ അടുത്തുള്ള പോർഷൻസിലൊക്കെയാണ് പൊട്ടറ്റോ ട്യൂബേഴ്സിൽ സൊലാനിൻ കണ്ടന്റ് കാണപ്പെടുന്നത്. ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും സൊലാനിനുള്ളത്. അത് സൊലാനിൻ പോയിസണിങ് വഴി ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, നൗസിയ, ഡയറിയ, വോമിറ്റിംഗ്, സ്റ്റൊമക് ക്രാംസ്, ഹെഡേക്ക്, പാരാലിസിസ്, ജോണ്ടിസ് ഒക്കെ ഉണ്ടാവും. സിവിയർ കേസിലാണ് പാരാലിസിസും ജോണ്ടിസും ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലതൈറോജൻസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ലതൈറോജൻ എന്ന് പറയുന്ന ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടറിനെ പറ്റിയാണ്. ലതൈറോജൻ ഓക്കെ, ലതൈറിസം ഈസ് എ നെർവസ് ഡിസീസ് ആൻഡ് ക്രിപ്പിൾസ് മാൻ. ദിസ് ഈസ് എൻറ്റയർലി പ്രിവെന്റബിൾ. അപ്പൊ ലതൈറോജൻ എന്ന് പറയുന്ന ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ വഴി ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് ലതൈറിസം എന്ന് പറയുന്നത് കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ മുടന്തനായിട്ട് ഒക്കെ കാരണമാകും. നെർവസ് ഡിസീസ് ആണ്, നെർവസ് സിസ്റ്റത്തിനാണ് എഫക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്രിപ്പിൾസ് മാൻ, അതായത് ഇങ്ങനെ എന്താ ആള് ഇങ്ങനെ മുടന്തനായിട്ട് മാറും. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞാൽ ലതൈറിസം എന്ന് പറയുന്നത്. This is entirely preventable ആണ്. Okay, the disease now known to result from excessive consumption of the pulse Lathyrus sativus. It affects young men between the age of 15 to 45 years. ഈ ഒരു ഡിസീസ് ഉണ്ടാവാൻ കാരണം എന്താണ്? നമ്മൾ ലതൈറസ് സറ്റീവസ് എന്ന് പറയുന്ന പൾസ് വിഭാഗത്തിലുള്ള ഒരു പി അല്ലെങ്കിൽ ആ ഒരു പയർവർഗ്ഗത്തിൽ പെടുന്ന ആ ഒരു എന്താണ് ആ ഒരു പൾസ് നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 15 to 45 ഇടയിലുള്ള ഒരു യങ് മെന്നിനെയാണ് കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നത്. ലതൈറസ് സറ്റീവസ് ഇസ് ഗ്രോൺ ഇൻ ഡൈ ഡിസ്ട്രിക്ട്സ് ഓഫ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, മൈസൂർ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഇവിടെയൊക്കെയാണ് ലതൈറസ് സറ്റീവസ് കൂടുതലായിട്ട് ഗ്രോൺ ചെയ്യുന്നത്. മധ്യപ്രദേശിലും യു പിയിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്ര, മൈസൂർ, ആന്ധ്രാപ്രദേശിലൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ത്രൂ ഔട്ട് ദ കൺട്രി ഇറ്റ് ഈസ് നോൺ ബൈ ദ കോമൺ നെയിം കേസരി ദാൽ. അതായത് ഈ ലതൈറസ് സറ്റീവസിനെ നമ്മൾ കോമൺലി അറിയപ്പെടുന്നത് കോമൺ നെയിം എന്താണ്? കേസരി ദാൽ എന്നാണ്. ഡീഹസ്ക്ഡ് സീഡ്സ് റിസംബിൾ ബംഗാൾ ഗ്രാം ഡാൽ ഓർ റെഡ് ഗ്രാം ഡാൽ. ഈ പറയുന്ന സാധനം, അതായത് ഈ കേസരി ഡാൽ എന്ന് പറയുന്ന ഈ ഒരു എന്താ പൾസ് എന്തുമായിട്ട് റിസംബിൾ ആണ്? നമ്മുടെ ബംഗാൾ ഗ്രാം അല്ലെങ്കിൽ റെഡ് ഗ്രാം അല്ലെങ്കിൽ നമ്മുടെ മൈസൂർ ഡാൽ ഇല്ലേ, മൈസൂർ ഡാലുമായിട്ടും സിമിലർ, മൈസൂർ ഡാലുമായിട്ടൊക്കെ സിമിലർ ആയിട്ടാണ് ഈ കേസരി ദാലിന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ കേസരി ദാൽ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് അഡൾട്രന്റ് ഇൻ ഡാൽസ്. അതായത് മറ്റുള്ള ഡാലിൽ ഈ കേസരി ദാൽ എന്ത് ചെയ്യുന്നുണ്ട്? അഡൾട്രന്റ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ലതൈറസ് സീഡ്സ് ആർ valuable since it contains 28% protein. If they are main source of energy providing more than 50%, a severe disease of spinal cord may result. അതായത് ലതൈറസ് സീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 28% പ്രോട്ടീൻ കണ്ടന്റ് അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ലതൈറിസം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? മസ്കുലർ റിജിഡിറ്റി, വീക്ക്നെസ്, പാരാലിസിസ് ഓഫ് ലെഗ് മസിൽസിനൊക്കെ പാരാലിസിസ് സംഭവിക്കും. ഓക്കെ, നെക്സ്റ്റ് ലതൈറസിന്റെ സ്റ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ നോൺ സ്റ്റിക് സ്റ്റേജ് എന്ന് പറയും. സെക്കൻഡ് സ്റ്റേജിന് 1 stick സ്റ്റേജ്, തേർഡ് സ്റ്റേജിന് 2 stick സ്റ്റേജ് എന്ന് പറയും. അതായത് ഇതിൽ ഓരോ സ്റ്റേജ് കണ്ടോ, 1 stick സ്റ്റേജിൽ 1 stick ആയിരിക്കും ഉണ്ടാവുന്നത്. 2 stick സ്റ്റേജിൽ 2 സ്റ്റിക്കും കൊണ്ടായിരിക്കും നടക്കുന്നത്. പിന്നെ എന്താ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും. ക്രോളർ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ് ആണ് ക്രോളർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? നോൺ സ്റ്റിക് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റിക്ക് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് സ്റ്റേജിലായിരിക്കും നമ്മൾ പറയുന്നത് 1 stick സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ആണ് 2 stick സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ 1 stick സ്റ്റേജ് അല്ലെങ്കിൽ നോൺ സ്റ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കേ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ടിപ്പിക്കൽ മാനർ ഓഫ് വാക്കിംഗ് വിത്ത് ഷോർട്ട് സ്റ്റെപ്സ് ആൻഡ് ജർക്കി മൂവ്മെന്റ്സ് ആൻഡ് എ കൈൻഡ് ഓഫ് സിസേഴ്സ് ഓർ ക്രോസ്ഡ് ഗait. Patient may remain in this condition for the rest of his life or he may pass on to the next stage. അതായത് ഇങ്ങനെയുള്ള ഒരാൾക്ക് കുറച്ച് ഇത് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അതിൽ ജർക്കി മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്താ ഇങ്ങനെ ആ ഒരു നടത്തം അത്രയും ഒരു ഇതാവില്ല.
അതായത് ഇങ്ങനെ മുടന്താനായിട്ട് തുടങ്ങും. ഓക്കെ, പക്ഷെ എന്താ ഒന്നില് ഈ ഒരു സ്റ്റേജ് കടന്ന് അടുത്ത സ്റ്റേജിലോട്ട് ആള് പോവാം, അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഈ ഒരു കണ്ടീഷനിൽ തന്നെ അങ്ങ് പോകാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് കടക്കുവാണെന്നുണ്ടെങ്കിൽ 1/6 സ്റ്റേജിലോട്ട് കടക്കുവാണെന്നുണ്ടെങ്കിൽ ദ മസ്കുലർ സ്റ്റിഫ്നെസ് ഈസ് ഇൻക്രീസ്ഡ് and this make it necessary to perform all walking by tilting the pelvis to such a degree that a stick is necessary to maintain the balance. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മസ്കുലർ സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി എന്ത് ചെയ്യും, ഒരു എന്താ അങ്ങനെ ടിൽറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ഫോം ചെയ്യും. ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വരും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമുക്ക് കമ്പ് കൊണ്ട് നടക്കേണ്ട അവസ്ഥയായിട്ട് വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ 1 സ്റ്റിക്ക് കൊണ്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് 1 stick സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, മസ്കുലർ റിജിഡിറ്റി ഭയങ്കര കൂടിയും പേഷ്യന്റ് എന്ത് ചെയ്യേണ്ട വരും, 2 സ്റ്റിക്ക് ആയിട്ട് വരും സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനാണ് നമ്മൾ 2 stick സ്റ്റേജ് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നീസ് ഒക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് സ്റ്റിഫ്, ലോവർ ലിംസ് ഒക്കെ ഇങ്ങനെ എക്സ്ട്രീംലി സ്റ്റിഫ് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്താ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങും. അതായത് കയ്യിൽ അങ്ങനെ വെയിറ്റ് താങ്ങി എഴഞ്ഞെഴഞ്ഞ് നടക്കാനായിട്ട് ഫൈനൽ സ്റ്റേജിൽ തുടങ്ങും. മനസ്സിലായി? ആ സ്റ്റേജിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ സിവിയറിറ്റി കണ്ടോ ന്യൂറോലത്തേറിസത്തിന്റെ. The neurotoxin responsible for atherism is beta N oxyl L alpha beta diaminopropionic acid. ഇത് ഓർത്ത് വെച്ചോണം. ന്യൂറോടോക്സിൻ that responsible for atherism എന്ന് പറഞ്ഞാൽ ബീറ്റ N oxyl L alpha beta diaminopropionic acid and this toxins can be removed by steeping or parboiling. ഇതിനെ ഇങ്ങനെ നമ്മൾ വേവിച്ചോ പുഴുങ്ങിയോ എടുത്ത് ഈ ഒരു പൾസസിനെ ഇങ്ങനെ പാർബോയിൽ ചെയ്തോ സ്റ്റീപ്പ് ചെയ്തോ ചെയ്ത് നമുക്ക് ഈ ടോക്സിൻ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. Research at the Indian Agriculture Research Institute IARI, New Delhi has evolved a low toxin variety Pusa 24. The variety LSD6 and Pusa 24 besides being high yielders are low in toxins with a 0.2 to 0.3% level. അപ്പം IARI ന്യൂഡൽഹി IARI ലോ ടോക്സിൻ വെറൈറ്റി ഇതിന്റെ ഒരു വെറൈറ്റിനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പുസ 24 എന്ന് പറയും. ഓക്കെ, and the varieties LSD6 and Pusa 24 besides being high yielders are low in toxin. കൂടാണ്ട് അവരെന്താണ് ഹൈ yielding capacity ഉള്ളവരാണ്, ടോക്സിൻ കണ്ടന്റ് കുറവാണ്, ഏകദേശം ഒരു 0.2 to 0.3% ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഫേവിസം. ഫേവിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹീമോലിറ്റിക് അനീമിയ ദാറ്റ് ഒക്കേഴ്സ് ഫോർ ഇൻഡിവിജ്വൽ ഹു ആർ ഡെഫിഷ്യന്റ് ഇൻ ഗ്ലൂക്കോസ് 6-phosphate dehydrogenase that consume fava beans or broad beans. അതായത് ഫേവ ബീൻസ് അല്ലെങ്കിൽ ബ്രോഡ് ബീൻസ് ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിൽ ഗ്ലൂക്കോസ് 6-phosphate dehydrogenase എന്ന് പറയുന്ന എൻസൈം എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. അതുവഴി ഹീമോലിറ്റിക് അനീമിയ ഫോം ചെയ്യും. ഇൻ സസെപ്റ്റബിൾ ഇൻഡിവിജ്വൽസ് ദ ലെവൽസ് ഓഫ് ഗ്ലൂട്ടാതയോൺ ഇൻ ദ എറിത്രോസൈറ്റ് ഈസ് ഓൾസോ റെഡ്യൂസ്ഡ്. അതുപോലെ തന്നെ എറിത്രോസൈറ്റിന്റെ RBCയുടെ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യും. 3 different compounds present in fava beans have been implicated as playing a causative role in the diseases, and 2 of these are glycosides known as lysine and co-lysine, and the third is an amino acid derivative known as dihydroxyphenylalanine DOPA. And these are present only in the cotyledons of the beans, pulse being essentially free, and germinating and boiling reduce these toxic substances. അപ്പോൾ ഫേവിസം എന്ന് പറയുന്നത് എന്താണ്, ബ്രോഡ് ബീൻസോ അല്ലെങ്കിൽ ഫേബ ബീൻസോ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് 6-phosphate dehydrogenase എന്ന് പറയുന്ന ഒരു എൻസൈം ഡെഫിഷ്യൻസി കാരണമാകും. അത് എന്തിന് കാരണമാകും, ഹീമോലിറ്റിക് അനീമിയക്ക് കാരണമാകും. അതുവഴി എറിത്രോസൈറ്റിന്റെ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യും. ഈ ഫേബ ബീൻസിൽ പ്രസന്റ് ആയിട്ടുള്ള 3 ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആണ് ഈ ഒരു എന്താ ഡിസീസിന് കാരണമായിട്ടുള്ളത്. ഏതൊക്കെയാണ്, ഏതൊക്കെ ഗ്ലൈക്കോസൈഡ്സ് ആണ്, 2 ഗ്ലൈക്കോസൈഡ്സ് ആണ്, വൈസിനും കോവൈസിൻ എന്ന് പറയും. വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ആണ്. 2 ഗ്ലൈക്കോസൈഡും ഒരു അമിനോ ആസിഡ് ആണ്. 2 ഗ്ലൈക്കോസൈഡ് ഏതൊക്കെയാണെന്ന് ഓർത്തോണം, വൈസിനും കോവൈസിനും. അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഡൈഹൈഡ്രോക്സിൽ ഫീനൈലലാനിൻ അല്ലെങ്കിൽ ഡോപ്പ എന്ന് പറയും. ഇത് അതുപോലെ തന്നെ ഇത് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ബീൻസിലായിരിക്കും ഈ ഒരു ഏജന്റ് പ്രസന്റ് ആയിട്ടുള്ളത്. ഹൾസിൽ കാണത്തില്ല, പക്ഷെ അതിന്റെ കോട്ടിലിഡൻസിലായിരിക്കും. ആ ബീൻസിന്റെ കോട്ടിലിഡൻസിലായിരിക്കും, ബീൻസിന്റെ കോട്ടിലിഡൻസിലായിരിക്കും അത് കാണപ്പെടുന്നത്. ഹൾസിലായിരിക്കും. ഹൾസിൽ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ബോയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മുളപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയുമാണ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. ഇതിൽ എന്താണ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടാബ്ലർ കോളം എല്ലാം പഠിച്ചു വെച്ചേക്കണം. ഇതിൽ ഓരോന്നും നമ്മൾ എന്തായാലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം പഠിക്കണം. ഇതിൽ ഓരോന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്.
ഫസ്റ്റ് അതുപോലെ ലത്തേറോജസിന്റെ സ്റ്റേജസ് ഓർത്ത് വെച്ചോണം. ഫസ്റ്റ് സ്റ്റേജ് ആണ് നോൺ സ്റ്റിക് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് 1 stick സ്റ്റേജും, തേർഡ് സ്റ്റേജ് 2 stick സ്റ്റേജും ആണ്. ഫൈനൽ സ്റ്റേജിലാണ് ക്രോളിംഗ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് ആണ്, നന്നായിട്ട് അത് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.